നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു നമുക്കൊക്കെ വേണമെങ്കിലും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയ. അപ്പോൾ നമ്മളൊരു 20 വർഷം പിന്നിലേക്ക് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു കൂട്ടത്തോടെ അല്ലെങ്കിൽ ഒരു മോബ് എന്ന സ്വഭാവത്തോടു കൂടി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു ആസൂത്രണം വേണമായിരുന്നു. അതിന് പിന്നിൽ വലിയൊരു നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിൽ ഗൂഢാലോചന വേണമായിരുന്നു. ആളുകൾ നേരിട്ട് കൂടണമായിരുന്നു. അത്തരമുള്ള നേരിട്ട് കൂട്ടങ്ങളെ നിയന്ത്രിക്കാനായി നമുക്ക് നിയമ സംവിധാനവും നീതി നിർവഹണ സംവിധാനവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതാണോ കാര്യം? കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷമായി അല്ലെങ്കിൽ 15 വർഷമായി ഇത്തരമൊരു കൂട്ടം കൂടാനായി നമുക്ക് പ്രത്യേകിച്ചൊരു ആസൂത്രണം ആവശ്യമില്ല. ആർക്കും ഏത് തരത്തിലും സമാന മനസ്കരായ ആളുകളെ അത് നെഗറ്റീവായ കാര്യത്തിലാണെങ്കിലും പോസിറ്റീവായ കാര്യത്തിലാണെങ്കിലും തങ്ങളുടെ കൂടെ കൂട്ടാം. അവരുമായി ഒത്ത് ചില കാര്യങ്ങൾ സൈബർ ലോകത്ത് തന്നെ ആസൂത്രണം ചെയ്യാം. അത് ആൾക്കൂട്ട ആക്രമണമാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള നിയമ സംവിധാനത്തിൻ്റെയും നിരീക്ഷണത്തിലല്ലാതെ തന്നെ അവർക്ക് ചില അറ്റാക്കുകൾ നടപ്പാക്കുകയും ചെയ്യാം. അത്രയും ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണോ അതോ ഇതിനൊരു നല്ല വശമുണ്ടോ എന്നതൊക്കെ വേറെ ചർച്ച. പക്ഷേ ഇങ്ങനെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ വെട്ടുകളിക്കൂട്ടങ്ങളെ നിയന്ത്രിക്കുന്നത് ആര് എന്ന ഒരു വിഷയത്തിലേക്ക് ഇവിടെ സംഘാടകർ എത്തിച്ചേർന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ നമ്മളോടൊത്ത് സംസാരിക്കാനായി ഇവിടെയുള്ളത് KJ ഷൈൻ, CPIMൻ്റെ വനിതാ നേതാവ്. നമുക്ക് എല്ലാവർക്കും ഷൈൻ ടീച്ചറെ നന്നായി അറിയാം. ഇത്തരം ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഒരു സർവൈവർ കൂടിയാണ് ടീച്ചർക്ക് അതേപ്പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ടായിരിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഫാത്തിമ തെഹലിയ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി. 3 പേർക്കും സ്വാഗതം. അത് തന്നെ ഷൈൻ ടീച്ചർ, സ്ത്രീകൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് രാഷ്ട്രീയമാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേജിലെ മറ്റു കാര്യങ്ങളാകട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആകട്ടെ മാധ്യമരംഗമാകട്ടെ, എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മുടെ രാജ്യത്തെ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഒരു പാട്രിയാർക്കി എന്ന പുരുഷാധിപത്യ സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. ആ സാമൂഹ്യ വ്യവസ്ഥിതിക്കകത്ത് അധികാരവും പണവും അവസരവും അവകാശങ്ങളും പ്രായോഗിക തലത്തിൽ ഒരു പരിധിവരെ പുരുഷന്മാരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറേ കാലങ്ങളായി അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി സ്ത്രീകളും അതുപോലെ തന്നെ യുവാക്കളും യുവതികളും ട്രാൻസ്ജെൻഡേഴ്സും ഈ പറഞ്ഞ അധികാര വ്യവസ്ഥിതിയുടെ അവസരങ്ങളുടെ സാമൂഹ്യനീതിയുടെ ഒക്കെ മേഖലയിലേക്ക് പതുക്കെ വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് കേരളത്തിൽ എനിക്ക് തോന്നുന്നു 1996-97 കാലഘട്ടം മുതൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾക്ക് 33% സംവരണം, ജനകീയ ആസൂത്രണം, അതിനുശേഷം 2007 കൂടി 50% സ്ത്രീ സംവരണം പൊളിറ്റിക്കൽ ഫീൽഡിൽ പ്രാദേശിക തലത്തിൽ ലഭിക്കുന്നു. കുടുംബശ്രീ പ്രസ്ഥാനം വലിയ തോതിൽ ശക്തിപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി സ്ത്രീകൾ പ്രത്യേകിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ സ്ത്രീകളും ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സും അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വരുന്നു. ഇങ്ങനെ മുന്നോട്ട് വരുന്ന സ്ത്രീകളെ പിന്നോട്ടടിപ്പിക്കുക അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി മാനസികമായി ദുർബലരാക്കുക എന്നുള്ള ഒരു തന്ത്രം കുറച്ചു പേർക്ക്, എല്ലാവർക്കും നല്ല പറയുന്നത്, ഈ പുരുഷാധികാര വ്യവസ്ഥിതിയെ പ്രത്യക്ഷത്തിൽ ഉപയോഗിക്കാൻ നമ്മുടെ സമൂഹം ചില സന്ദർഭങ്ങളിലൊക്കെ തയ്യാറാവുന്നുണ്ട്. അതൊരു പക്ഷേ കുടുംബത്തിലുണ്ടാവാം, കോളേജിലും സ്കൂളുകളിലും ഉണ്ടാവാം, അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഉണ്ടാവാം, അധികാരത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാവും. അതിപ്പോൾ അധികാരം മാത്രമല്ല, ഏത് മേഖലയിലും മനുഷ്യർ ഉൾപ്പെടുന്ന എല്ലാ മേഖലകളിലും ഈ ഒരു പ്രതിഭാസം, ഒരു രാഷ്ട്രീയ ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് ഇത് നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ അനുപമ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്കെതിരെ വളരെ പെട്ടെന്ന് അവരെ മാനസികമായി ആക്രമിക്കാൻ പറ്റുന്ന വിധത്തിൽ, തകർക്കാൻ പറ്റുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവരൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു സ്ത്രീ, അവർ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിലുള്ള ഒരു സിനിമാ നടി വലിയ തോതിൽ ശാരീരികമായി മാനസികമായി ആക്രമിക്കപ്പെട്ടപ്പോൾ ആ അവസരങ്ങളിലൊക്കെ അവരതിൽ നിന്ന് ഉയർന്നു വരാൻ, അവർക്ക് വേണ്ട നിയമപരിരക്ഷ അവർ നേടാൻ ആഗ്രഹിച്ച സന്ദർഭങ്ങളിലൊക്കെ അവരെ മാനസികമായി തകർക്കാൻ വേണ്ടി
ഈ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുകയുണ്ടായി. അതിലെനിക്ക് ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ എൻ്റെ പേര് കൂടുതൽ അറിയപ്പെടാൻ ഇപ്പോൾ ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അറിയപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ അതിൽ കൂടുതൽ അറിയപ്പെടാൻ ഇടയായത് ഒരു സൈബർ ആക്രമണം എൻ്റെ നേർക്ക് ഉണ്ടായതിൻ്റെ ഭാഗം കൂടിയാവാം. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ മാനസികമായി തകർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നമ്മുടെ സമൂഹം സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ എന്തിനാണ് വളർത്തുന്നത് എന്ന് ഒരു മുൻവിധിയോടുകൂടിയാണ് വളർത്തപ്പെടുന്നത്. അവർ ഭാവിയിൽ പഠിക്കണം, തൊഴിൽ നേടണം, ഇപ്പോൾ അങ്ങനെ ഒരു വിചാരം കൂടിയുണ്ട്. പക്ഷേ ഈ എല്ലാ നേട്ടങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കുടുംബം എന്നുള്ള ഒരു സ്ഥാപനത്തിനകത്ത് ജീവിക്കുന്ന ഒരു ജീവിയായി മാറണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ജീവിക്കേണ്ട ഒരു സ്ത്രീ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടാൽ അവളുടെ മൊറാലിറ്റിയെ അല്ലെങ്കിൽ അവളുടെ ഡിഗ്നിറ്റിയെ കുറവ് വരുത്തുന്ന രീതിയിൽ ഇടപെട്ടാൽ അത് എന്താ പറയുക, അവളെ തകർക്കാനുള്ള അല്ലെങ്കിൽ അവളെ ഒന്ന് വരുതിയിൽ നിർത്താനുള്ള ഒരു അവസരമാണ് എന്ന് ഇന്നും സമൂഹം കരുതുന്നു. അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ഒരു പ്രശ്നം നേരിട്ടപ്പോൾ പെട്ടെന്നാണ്, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ആദ്യം പതുക്കെ ഒരാഴ്ച കൊണ്ടാണ് വലിയൊരു മഞ്ഞുവല പോലെ ഈ സാധനം രൂപപ്പെട്ടത്. ആദ്യം പേരില്ലാതെ ഊഹിച്ച് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ എന്നെയും ഇവിടുത്തെ ഈ നിയമസഭയിലെ ഒരു MLA-യും ചേർത്ത് പറയുന്നു. അതിനുശേഷം ചിത്രം വരുന്നു, പിന്നെ വീഡിയോ തന്നെ ചിത്രീകരിച്ച് എൻ്റെ വീട്ടിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് വീഡിയോ ചിത്രീകരിച്ച് വരുന്നു. ഇതൊക്കെ നമുക്കപ്പോൾ ഒരു സാധ്യത ഉണ്ടായത് ഒരു പക്ഷേ മാനസികമായി തകർന്നു പോകാവുന്നൊരവസരമാണ്. പലപ്പോഴും പറയാറുണ്ടല്ലോ, ആ കുട്ടി അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കാര്യമല്ല, പലരും ഇങ്ങനെ വരുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യാത്തത് ഭയങ്കര ഇതാണ് കേട്ടോ, നല്ല ധൈര്യമാണ് കേട്ടോ. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലോ, ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതൊരു സ്വാഭാവികമായ ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണ് സമൂഹം എടുക്കുക. പക്ഷെ അതിനെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. എനിക്ക് മാധ്യമങ്ങൾ എൻ്റെ വീടിൻ്റെ ഉമ്മരത്ത് വന്ന് നിൽക്കുന്നു. എനിക്ക് തുറന്ന് പറയാൻ, ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്ന് തുറന്ന് പറയാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുന്നു. എൻ്റെ ഒരു മെൻ്റൽ എബിലിറ്റി, നമുക്ക് ചെറുപ്പത്തിലെ തന്നെ കിട്ടിയിട്ടുള്ളൊരു മെൻ്റൽ എബിലിറ്റി വെച്ച് നമ്മൾ ആ പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ സെഷൻ്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വെട്ടുക്കിളി കൂട്ടങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്. സത്യത്തിൽ ബൈബിളിൽ ഒരു വാചകമുണ്ട്, വെട്ടുക്കിളി കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഒരു പ്രദേശത്ത് ക്ഷാമം അല്ലെങ്കിൽ ഒരു ബാഡ് സൈൻ്റെ അടയാളമായിട്ടാണ്. സത്യത്തിൽ ഇത്തരം വെട്ടുക്കിളി കൂട്ടങ്ങൾ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ, അവരെ ആരൊക്കെ താലോലിച്ച് വളർത്തുന്നുണ്ടോ, അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അപജയത്തിൻ്റെ ലക്ഷണമാണ്. ആ ലക്ഷണത്തെ, ആ രോഗലക്ഷണത്തെ കൃത്യമായി ചികിത്സിക്കാൻ ഉള്ള ഒരു മെൻ്റൽ എബിലിറ്റി, ഒരു കപ്പാസിറ്റി ഇത് നേരിടേണ്ടി വരുന്ന സ്ത്രീകളും യുവതികളും തയ്യാറാവണം. ഒപ്പം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഇവരെവിടെ നിന്നാണ് വരുന്നത്? ഈ വെട്ടുക്കിളികൾ എവിടെ നിന്നാണ് വരുന്നത്? കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിനുശേഷം അവർ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സംഘടനകളിൽ നിന്ന്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ. ഞാനിത് അനുഭവിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ പോലുമാണ് എനിക്കെതിരെ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നത്. ഇപ്പം എൻ്റെ പ്രദേശത്തെ പ്രാദേശികമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാമല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷം അറിയപ്പെടുന്നതാണ്, കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ശ്രീ ഗോപാലകൃഷ്ണൻ, അയാൾക്കെതിരെയൊക്കെ കേസുണ്ട്. അതുപോലെ തന്നെ BRM ഷെരീഫ്, അദ്ദേഹം പിന്നീട് ആ കേസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചിട്ട് പോയി. കുറേ പേര് അങ്ങനെ ചെയ്തവരുണ്ട്. പക്ഷേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ടുള്ള ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോഴും അദ്ദേഹം ആ എനിക്കെതിരെയുള്ള പോസ്റ്റ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് അവിടെയാണ് എനിക്ക് സോയ ടീച്ചറോട് ചോദിക്കാനുള്ളത്. കോൺഗ്രസിൻ്റെ കാര്യമായതുകൊണ്ടല്ല ഞാൻ ഈ ചോദിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാവട്ടെ, അവർക്ക് അവരുടേതായ സംഘങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. ആ സംഘങ്ങളുടെ മുന്നിൽ ഒരു എംപതി എന്നുള്ള വാക്കേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എതിരാളിയെ, പ്രത്യേകിച്ച് എതിരാളി ഒരു സ്ത്രീ ആണെങ്കിൽ, എതിരാളി വേണ്ട, അപ്പുറത്തെ ഭാഗത്ത് അവരുടെ നിലനിൽപ്പിന് വേണ്ടത് ഒരു സ്ത്രീയെ ആക്രമിക്കുക എന്നാണെങ്കിൽ അത് കണ്ണുമടച്ച് അവരൊരു അതിജീവിതയാണോ, അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാതെ കേരളം കഴിഞ്ഞ 2 മാസങ്ങളിലായി പല പ്രബലമായ കേസുകളിലും
കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് രാഷ്ട്രീയ നേതാക്കളോട് പലപ്പോഴും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ മൗനം? അല്ലെങ്കിൽ ഒരു കോടതിയിൽ നിന്ന് ഒരു കേസിൽ ഒരു വിധി വരുമ്പോൾ മാത്രം വലിയ തോതിൽ ബാക്ക്ലാഷ് നേരിടുന്ന ഒരു നേതാവിനെതിരെ നടപടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടികൾ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള വനിതാ നേതാക്കളായ നിങ്ങളൊക്കെ ഉയർത്തുന്ന ശബ്ദം മുകളിലേക്ക് കേൾക്കപ്പെടുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ആ ശബ്ദം ഉയർത്തുന്നില്ലേ? നിങ്ങളെപ്പോലും അവിടെ ശബ്ദം ഉയർത്താത്ത രീതിയിൽ അടക്കി വച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയേണ്ടതുണ്ട്. തീർച്ചയായും ഇതിലൊരു രാഷ്ട്രീയം, ടീച്ചർ പറഞ്ഞത് തീർച്ചയായും ടീച്ചർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും ടീച്ചർക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങളുമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം വെട്ടുകിളി കൂട്ടങ്ങൾക്ക് അവർക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല എന്നുള്ളതാണ്. കാരണം ഇതിലൊന്നും വകവെക്കാത്ത കുറേ ആളുകളാണ്. ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ സംവിധാനം അല്ലെങ്കിൽ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള നെറ്റ്വർക്കിംഗ് തുടങ്ങുന്ന സമയത്ത് പിന്നെ ഒരു കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒരു നായ ഇരുന്ന് കമ്പ്യൂട്ടർ നോക്കുകയാണ്. അപ്പോൾ മറ്റൊരു നായയോട്, അപ്പുറത്തിരിക്കുന്ന നായയോട് പറയാണ്, ഇൻ ദിസ് വേൾഡ് ഓഫ് നെറ്റ്വർക്ക് നോ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ എം എ ഡോഗ്. ആർക്കും മനസ്സിലാവില്ല ഞാനൊരു നായയാണെന്ന്, ആർക്കും മനസ്സിലാവില്ല. അതുപോലെയാണിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ അനോണിമിറ്റിയുടെ സ്വഭാവം അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, മതത്തിനപ്പുറത്തേക്ക്, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ബോധ്യങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ അനോണിമിറ്റി കൊണ്ടുവരുന്നൊരു സുഖം കുറേ കാലമായിട്ട് അനുഭവിച്ചിരുന്നു. ഇപ്പോൾ ഈ പറയുന്നത് പോലെ നിയമപരമായിട്ടുള്ള ചില സാധ്യതകൾ വന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെയുള്ള അതൊന്നും എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ കാലത്തേക്കാണ് അതിൻ്റെ ഒരു അഡ്വാൻസ്. ഇടപെട്ട് ചോദിക്കുന്നതുകൊണ്ട് ക്ഷമിക്കണം, ഇതിനെ അങ്ങനെ ഒരു അനോണിമിറ്റി എന്ന് പറഞ്ഞ് ഇതിനെ പൊതുവിൽ ഞാൻ പറയുന്നത് ലഘൂകരിച്ച് കാണും എന്നുള്ളത് കൊണ്ടുകൂടി ആ സൗകര്യം ഉപയോഗിച്ച് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരവരുടെ സൗകര്യത്തിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, അതിൽ ഈ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു വെക്കേണ്ടതില്ല. അതിലെന്തിനാണ് ഇത്തരത്തിലുള്ള സെലക്റ്റീവ് നേച്ചർ എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സെലക്ടിവിറ്റി അതിലൊരു ആവശ്യമില്ല. കാരണം ടീച്ചർ അനുഭവിക്കുന്നത് പോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ ഏറിയും കുറഞ്ഞുമൊക്കെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തന്നെ പറഞ്ഞു, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതെ, അല്ല, അത് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ആവർത്തിച്ചത്. പക്ഷേ ആ ചോദ്യത്തിന്റെ മറുപടി അല്ല, തീർച്ചയായും അത്തരത്തിലുള്ള അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക്, ഞാൻ പറയുന്നത് അത്തരം സ്വഭാവങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അതൊരിക്കലും നമ്മൾ ഇത് ഇന്ന ആളുകൾ മാത്രം ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള തരത്തിൽ അല്ലെങ്കിൽ അത്തരം മനുഷ്യർക്കെതിരെയുള്ള സൈബർ അറ്റാക്കുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധിക്ഷേപങ്ങളോ വരുമ്പോൾ അതിനെ പൊതിഞ്ഞു പിടിക്കാൻ ഇവിടെയുള്ളൊരു സാംസ്കാരികത വളരെ ബോധപൂർവം ശ്രമിക്കുന്നൊരു രീതിയുണ്ട്. അത് പക്ഷേ അത്തരം പൊതിഞ്ഞു പിടിക്കൽ ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ ആഭിമുഖ്യത്തിനും കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള ബോധ്യം വളരെ കൃത്യമായി ഉള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ. അപ്പോൾ അതൊന്നും ചില ആളുകൾക്ക് ഏറി ആക്രമിക്കപ്പെടുന്നു എന്നൊന്നുമില്ല. അത് ഒരുപക്ഷെ അത്തരത്തിലുള്ള സാംസ്കാരികത, ഇപ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടാകുമ്പോൾ എത്ര സെലക്റ്റീവായിട്ടാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കേരളത്തിലെ സാംസ്കാരികമായി നിലനിൽക്കുന്ന ആളുകൾ എത്ര സെലക്റ്റീവായിട്ടാണ് പ്രതികരിക്കുന്നതെന്നും അത് പലപ്പോഴും ഇടതുപക്ഷത്തെ പൊതിഞ്ഞു പിടിക്കാനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംരക്ഷിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന പല രീതികളും പല അനുഭവങ്ങളും പല ഉദാഹരണങ്ങളും നമുക്ക് മുൻപിലുണ്ട്. അത് ഒരുപക്ഷെ പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ അപകടത്തിലാക്കുന്ന, ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യമാണെങ്കിൽ അത് കുറേ കൂടെയൊക്കെ ആർജവത്തോടു കൂടെ ചെയ്യാൻ ഈ പറയുന്ന ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പൊതുബോധം പലപ്പോഴും, ആ പൊതുബോധത്തെ ഒരു ഇടതുപക്ഷ ഒരു പ്രോ ലെഫ്റ്റ് പൊതുബോധം എന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തഹീലിയയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം കൂടി, ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന് ഒരു മറുപടിയും കൂടി. കാരണം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്, ഈ പറയുന്നത് പോലെ നിങ്ങൾ ഏത് വിഷയമാണ്, ഏത് കേസാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ എനിക്കും നിങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യത്തിൽ ഒരു രീതിയിലും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിലെ ഒരു സ്ത്രീ പോലും ഒരിക്കലും പൊതിഞ്ഞു പിടിക്കാനോ മൗനം അവലംബിക്കാനോ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇതേ കാര്യം ഇതിനേക്കാളും അല്ലെങ്കിൽ ഇതേ കാര്യവും ഇടതുപക്ഷത്തിൽ നിൽക്കുമ്പോൾ അത് ആ മൗനത്തെ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു നോർമലൈസേഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഇതേ അനുഭവങ്ങൾ, ഇതേ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ആ മൗനം വളരെ സ്വാഭാവികമാണ്.
അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സിൽ നിൽക്കുന്ന സ്ത്രീകൾ മിണ്ടാതിരിക്കുന്നത് എന്തോ അപകടമാണെന്നും അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ സ്വാഭാവികത അല്ലെങ്കിൽ മൗനം അത് സ്വാഭാവികമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇതിലാരും മിണ്ടാതിരിക്കുകയോ, ഇതിനൊക്കെ ആദ്യം മുതൽ തന്നെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസ്സിലെ മുഴുവൻ മുതിർന്ന സ്ത്രീകളും പാർട്ടിയുമൊക്കെ വളരെ കൃത്യമായി നിലപാടെടുക്കുകയും പറയുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അപ്പുറത്ത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു കാടടച്ച് വെടിവെക്കൽ ഇക്കാര്യത്തിൽ സാധ്യമല്ല. ഈ പറയുന്നത് പോലെ സ്ത്രീ വിരുദ്ധതയുണ്ട്, അതിൽ സ്ത്രീകളുണ്ട്. ടീച്ചർ പറഞ്ഞതുപോലെ പാട്രിയാർക്കി എന്ന് പറയുന്നത് പുരുഷൻ്റെ അല്ലെങ്കിൽ കുറേ പുരുഷന്മാരാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്നല്ല, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ. പാട്രിയാർക്കിയുടെ ഒരു വ്യവസ്ഥ തന്നെ, ആ വ്യവസ്ഥ തന്നെയാണ് ഇതിനകത്ത് നിന്ന് ഈ വിഹരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തഹീലിയ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മളൊക്കെ, ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്നവർ ഈ പാട്രിയാർക്കിയുടെ ഉൽപ്പന്നങ്ങളിലാണ്. നമ്മളൊക്കെ ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെ സ്വയം തെറ്റുകൾ തിരിച്ചറിഞ്ഞും അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തും വരുന്നവർ കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പാട്രിയാർക്കി എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് എന്താണ് ഫെമിനിസം എന്ന് മനസ്സിലാക്കി പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഇവിടെ ടീച്ചർ പറഞ്ഞ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യത്തിലും ഇരകളാകുന്നത്, സർവൈവർമാരാകുന്നത് സ്ത്രീകളാണ്. സോഷ്യൽ മീഡിയയിലാവട്ടെ പൊതു ഇടങ്ങളിലാവട്ടെ ഈ വെട്ടുകിളിക്കൂട്ടങ്ങളുടെ പ്രധാന ഇരകൾ സ്ത്രീകളാകുന്നത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി അനുഭവത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാനുഭവത്തിലോ അങ്ങനെ തോന്നിയിട്ടില്ലേ? ഒന്നാമത്തെ കാര്യം, വെട്ടുകിളിക്കൂട്ടം എന്ന് പറയുമ്പം ഇവരാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എൻ്റെ ഒബ്സർവേഷനിൽ ഇവർ ക്യാരിയേഴ്സാണ്. ഇവരെന്ത് ക്യാരി ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഒന്നുകൂടെ ആഴത്തിൽ പരിശോധിക്കേണ്ടത്. എന്ന് മുതലാണ് ഈ പ്രതിഭാസം ആരംഭിച്ചത്? കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ, ഇന്ത്യയിൽ ഒന്നുകൂടെ സവിശേഷമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഓർഗനൈസേഷൻസ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അവസരം അതുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ വെട്ടുകിളിക്കൂട്ടം എന്നുള്ള ഒരു സംവിധാനം കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പ്, വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കാലങ്ങൾക്കും അതിന് ശേഷവുമൊക്കെ മാധ്യമങ്ങളെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ, ആളുകളോട് അവരുടെ കണ്ടൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ സ്വാധീനിച്ചൊരു രീതി കണ്ടു. ഇടതുപക്ഷമൊക്കെ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ആളുകളെ കൂട്ടിയിട്ട് അതിനനുസരിച്ച് പ്രചരണം നടത്തിയത് കണ്ടു. അത് കഴിഞ്ഞിപ്പോൾ നിങ്ങൾ നോക്കൂ, സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പം സോഷ്യൽ മീഡിയ നിർബന്ധമായിട്ടും ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം, BJPയുടെ IT സെല്ലുണ്ട്, CPMനുണ്ട്, കോൺഗ്രസ്സിനുണ്ട്. ലീഗിന് ആസ് സച്ച്, ഞാൻ അതിലൊരു മെമ്പർ ആയതുകൊണ്ട് പറയാം, നമുക്കൊരു ഒഫീഷ്യൽ IT ടീം ഒന്നുമില്ല. ഓർഗാനിക് ആയിട്ടുള്ള സംവിധാനം മാത്രമാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ വെട്ടുകിളിക്കൂട്ടം എന്ന് പറയുന്ന ടീം ബിൽഡ് ചെയ്ത് വരുന്നത് കാരിയേഴ്സ് ആയിട്ടാണ്. അവർ കണ്ടൻറ്റുകൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ടൻറ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏത് തരം കണ്ടൻറ്റാണ് തനിക്ക് ആവശ്യം, തൻ്റെ എതിർ ഭാഗത്ത് നിൽക്കുന്ന ആളിനോട് എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ആ ആളെ എങ്ങനെയാണ് ലക്ഷ്യം വെക്കേണ്ടത് എന്നൊക്കെയുള്ളത് ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ്. എന്നാൽ ഇതിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ഇത്തരം കൂട്ടങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, കമൻറ്റ് ബോക്സ് എടുത്തു നോക്കിയാൽ പലതും തലയില്ലാത്ത, മുഖമില്ലാത്ത ആളുകളാണ്. അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള IDസാണ് വരുന്നത്. ഈ ഫേക്ക് ആയിട്ടുള്ള IDസിൻ്റെ പിന്നാലെ ഒരു തവണ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതെല്ലാം പോകുന്നത് ഒരു സിംഗിൾ സെർവർ എന്നാണ് കണ്ടെത്തി. ഞാനിതൊരു IT കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ പുറത്ത് പോവുകയും ഇത് സെയിം സെർവറിനാണ് ഇത്രയും ഐഡികൾ ക്രിയേറ്റ് ചെയ്തത് എന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്താ ഇതിലുള്ള ഒരു റിസൾട്ട് ഞാൻ തിരിച്ചറിയുന്നത്, ഇങ്ങനെ ഓരോ ഓഫീസുകളിലും ഇത്രയും ഐഡികൾ, ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ഇന്ന ആളെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. അതിലൂടെ ഇപ്പോഴുള്ള ഈ പൊളിറ്റിക്കൽ ഡിസ്കഷൻ മാഞ്ഞു പോവും.
ആ ഡിസ്കഷനെ മാറ്റണമെങ്കിൽ ആയിക്കോട്ടെ, ഒരു സൈബർ അറ്റാക്ക് നടക്കട്ടെ എന്നുള്ള രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ നേതൃത്വത്തിലുള്ള വെട്ടുകിളി കൂട്ടങ്ങൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. അതിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ അറ്റാക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ആൺ പെൺ വ്യത്യാസമില്ലാത്ത അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. സർവൈവേഴ്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുണ്ട്. ഉദാഹരണം പറഞ്ഞു തരാം. ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിനെ പപ്പുമോൻ എന്ന് വിളിച്ചത് ആദ്യം BJP-ക്കാരാണെങ്കിൽ ഇന്ന് അത് ഏറ്റെടുത്ത് വിളിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ പേരുകൾ നമുക്കറിയാം. ഇരട്ടച്ചങ്കൻ എന്നുള്ള പേര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിളിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ തവണ നിങ്ങൾക്കറിയാം, പിന്നെ കേരളത്തിൽ വിജയിച്ചെങ്കിൽ ഈ 2025 ആളുകളത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, തിരിച്ചൊരു ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ ഈ പേരുകൾ കോയിൻ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയയായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ള കുറേ പേരുകളുണ്ട്. പാത്തു പാത്തു എന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് പേരുകൾ, ഓരോ ടോപ്പിക്കിനനുസരിച്ച് പേരുകൾ വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിനെ വളരെ ലൈറ്റായിട്ട് എടുത്ത് എൻഗേജ് ചെയ്ത് എനിക്ക് എൻ്റെ കാര്യങ്ങളും മിഷൻ ആൻഡ് വിഷനുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. അതിനെ കൂടുതൽ എന്നെ പിടിച്ചിരുത്താനോ എൻ്റെ ജോലിയെ നിഷ്പ്രഭമാക്കാനോ ഒന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് തഹീലിയയുടെ അനുഭവമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ടീച്ചർക്കുണ്ടായ അനുഭവം വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ മറ്റു പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവം വ്യത്യസ്തമാണ്. ആളുകളുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന രീതിയിലേക്ക് വരെ ഒരു മനസാക്ഷിയില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ ഈ കൂട്ടങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ടീച്ചറോട് എൻ്റെ അടുത്ത ചോദ്യം, ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ ഇത്തരക്കാർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു എലിഗേഷൻ്റെ ഇവിടെയും രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യാസമില്ല. ഒരു സ്ത്രീക്കെതിരെ ബേസ്ലെസ് ആയിട്ടുള്ള എലിഗേഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതോടുകൂടി അവരില്ലാതാകുന്നു. ഇത് നടിയെ ആക്രമിച്ച കേസിലാണെങ്കിലും വസ്തുതയാണ്, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളുടെ കാര്യം അവർ നിശബ്ദയായിക്കൊള്ളും. എനിക്കൊരു ക്ലാരിറ്റി വരുത്തണം തോന്നുന്നു. ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് അതിനർത്ഥം ഇതെല്ലാം ആയിക്കോട്ടെ എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ഇത്തരത്തിൽ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു മൂഡ് യഥാർത്ഥത്തിൽ സ്ത്രീകളാണെങ്കിൽ ഒന്നുകൂടെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫേക്ക് സ്റ്റോറീസ് ഉണ്ടാക്കുക, നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് കയറി വന്നുകൊണ്ട് പിന്നെ കഥകൾ മെനഞ്ഞുകൊണ്ട് ആളുകളെ അത് നിഷ്പ്രഭമാക്കുക എന്ന് പറഞ്ഞാൽ പിന്നാലെ നടന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് അനുവദിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. അതിന് വേണ്ടത് എന്താ? റെഗുലേഷൻസ് വേണം. സോഷ്യൽ മീഡിയ അഴിച്ചു വിട്ടിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു സംസാരം നടത്തിയിട്ട് കാര്യമില്ല. റെഗുലേഷൻസ് വേണം. എവിടെയാണ് റെഗുലേഷൻസ് ഉള്ളത്? അത് ഇവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഇതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇടപെടൽ നടത്തിക്കൂടാ? പല വേദികളും ഞാൻ ഇത്തരത്തിലുള്ള പൊതു ചർച്ചകളിൽ ഉൾപ്പെടെ അല്ലാത്ത ഗവൺമെൻറ്റൽ വേദികളിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു സജഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് എല്ലാവരെയും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന രൂപത്തിലുള്ള എൻഗേജ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൂടാ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഗവൺമെൻറ്റൽ മെഷർ. ഈ റെഗുലേഷൻസ് എന്ന് പറയുന്നില്ല, ഞാൻ ടീച്ചറോട് ചോദിക്കാൻ വന്ന ചോദ്യത്തിൻ്റെ ഒരു ഭാഗമാണത്. അതായത് പ്രശ്നം എന്താണെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്, ഇതിനൊരു പരിഹാരമാണ് വേണ്ടത്. ആ പരിഹാരത്തിന് ഇപ്പോൾ ഒരു 20 വർഷം മുമ്പ് വരെ 15 വർഷം മുമ്പ് വരെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ പെടേണ്ട പണി വലുതാണ്. അവർക്ക് ലൈസൻസ് ഏത് സമയം വേണമെങ്കിലും സർക്കാരിനെ റദ്ദാക്കാം, സർക്കാർ വിരുദ്ധ പ്രവർത്തനം നടത്തിയാലോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ കൊണ്ടോ റദ്ദാക്കാം. അതുകൊണ്ട് ഇവരൊക്കെ ഒരു സ്കാനറിൻ്റെ അകത്താണ് വരുന്നത്. ഇവിടെ ഒരു സ്കാനറും ഇല്ലാത്ത ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് തരാനായി ഒരു അതോറിറ്റി ഇല്ലാതെ തന്നെ ഏത് തരത്തിലുള്ള ഇടപെടലുകളും നടത്താൻ അത് വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ശാക്തീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്ര എളുപ്പമാവില്ല ഒരുപക്ഷെ അതിൻ്റെ റെഗുലേഷൻ. പക്ഷേ അത്തരം റെഗുലേഷനുകൾ ആവശ്യമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഇരകളാക്കപ്പെടുന്നതും അതിജീവിതകളാക്കപ്പെടുന്നതുമൊക്കെ സ്ത്രീകളാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ അധികാരമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ അതിന് എന്താണ് നിങ്ങളുടെ ഒരു സജഷൻ? സ്വന്തം അനുഭവത്തിൽ നിന്ന് ടീച്ചർക്ക് എന്താണ് പറയാനാവുക? ഒരു കാര്യം ആദ്യം പറയാതെ പോയി. കാരണം മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൻ്റെ ഈ 7ാമത്തെ എഡിഷനിൽ സമകാലീന പ്രാധാന്യമുള്ള ഒട്ടേറെ വിഷയങ്ങൾ, സാമൂഹ്യ പ്രാധാന്യമുള്ള ഒട്ടേറെ വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും അധികം പ്രസക്തമായ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്.
അപ്പോൾ അതിൽ സത്യത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്ത് കൺക്ലൂഷനിൽ എത്തേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നത്തെ 3 തരത്തിൽ നമ്മൾ നേരിടണം. ഒന്ന്, വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആരാണോ ഈ ആക്രമണത്തിന് വിധേയനാകുന്നത് ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇതിനെ എന്താ പറയുക, നേരിടാനും അതിൽ നിന്ന് സർവൈവ് ചെയ്യാനും കഴിയണം എന്നുള്ളത് വ്യക്തിപരമായ ഒരു സമീപനമാണ്. 2, ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ ടീച്ചറും അതുപോലെ തന്നെ സോയയും ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്, മുഖമില്ലാത്ത ധാരാളം വെട്ടുക്കിളികൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഓക്കെ, അത് നമുക്ക് സമ്മതിക്കാം. പക്ഷെ മുഖമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വത്തിലിരിക്കുന്നവർ, അത് ഏറ്റവും പ്രാദേശിക തലം തുടങ്ങി DC തലം തുടങ്ങി KPCC തലം വരെ ഉള്ള നേതാക്കന്മാർ, അത്തരത്തിൽ മുഖമുള്ള വ്യക്തമായി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പുലർത്തേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ആ പ്രസ്ഥാനത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇത് ഞാൻ എന്തെങ്കിലും കാടടച്ച് വർത്തമാനം പറയുന്നതല്ല. ഇതിന്നും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പ്രിൻ്റ് മീഡിയയിലോ ഒക്കെ നോക്കിയാൽ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അത് അവസാനത്തെ ഒരാൾ ഞാനിപ്പോഴും പറയല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറയാം, ഡോക്ടർ ലിൻഡോ ജോസഫ്. ഇപ്പോഴും എനിക്കെതിരെ നടത്തിയിട്ടുള്ള അപവാദ പ്രചരണം അദ്ദേഹം, എനിക്ക് തോന്നുന്നു മീഡിയയുടെ ഡിസ്കഷനിലകത്ത് പോലും അദ്ദേഹത്തോട് പലരും ചോദിച്ചു, ഇപ്പോഴും ലിൻഡോ മാത്രം ഇത് പിൻവലിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ബാക്കി എല്ലാവരും, ഇപ്പോൾ ശ്രീ ഷെരീഫ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പിൻവലിച്ചു. അങ്ങനെ താഴെ തലത്തിലുള്ള ഒട്ടുള്ളവർ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ മണ്ഡലം എൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ IT കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം മീഡിയയിലൊക്കെ പറഞ്ഞ ആളാണ് കേട്ടോ, അദ്ദേഹവും അത് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ ആര് നിയന്ത്രിക്കും? ബാക്കിയുള്ളത് പോട്ടെ, മുഖമില്ലാത്തവർ, രൂപമില്ലാത്തവർ, ഭാവമില്ലാത്തവർ, നമുക്ക് കാണാൻ പറ്റാത്തവർ, ഇവരൊക്കെ ചെയ്യുന്നത് നമുക്ക് പിന്നീട് കൈകാര്യം ചെയ്യാം. അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള IT ആക്ട് 2000-ൽ IT ആക്ട് ഉണ്ട്, അതിൻ്റെ ഭേദഗതി അതിനുശേഷം 2007-ൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെയുണ്ട്, നമുക്ക് നിയമപരമായി പോകാം. ഞാൻ പോയ ആളാണ്, അതിന് റിസൾട്ട് നേടിയിട്ടുള്ള ആളുമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവരെ തീർച്ചയായും നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം, സാമൂഹ്യമായ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈ പ്രസ്ഥാനങ്ങൾക്ക് കാണിക്കണം. അതവരെ ഏറ്റെടുക്കാൻ തയ്യാറാവണം. 2, പിന്നെ ഗവൺമെന്റ് അല്ല, ഇപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെയും ഒറ്റയടിക്ക് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ടീച്ചർക്ക് കോൺഗ്രസിൽ നിന്ന് ഇത്തരം അനുഭവം ഉണ്ടായതുപോലെ മറിച്ചുള്ള അനുഭവം ഇപ്പോൾ CPIM-ൻ്റെ സൈബർ സഖാക്കളെ പറ്റിയും ഇത്തരം ആരോപണങ്ങൾ പലപ്പോഴായി ഉന്നയിക്കപ്പെടാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളടക്കമുള്ള വനിതാ നേതാക്കൾ അത് കണ്ടെത്തുകയും അത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഉടനെ തന്നെ അതിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ എൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞാനത് പ്രതികരിച്ചത് എനിക്കൊരു വിഷയമുണ്ടായി ആ വിഷയത്തിൽ മാത്രമല്ല ഞാൻ പ്രതികരിച്ചത്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്, അതുപോലെ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുമുള്ള ഒരു സ്ത്രീയാണ്. ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ടതില്ല, പുരുഷനെതിരാണെന്നോ അല്ല. ഒരു എന്താ പറയുക, നിയമം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സമത്വ രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇക്വാളിറ്റി ബിഫോർ ലോ ആർട്ടിക്കിൾ 14, 15, 16 അതുപോലെ തന്നെ 39A, D, 42 ആർട്ടിക്കിളും ഒക്കെ പറയുന്ന ഈ അവകാശങ്ങൾ അനുഭവിക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാണ് സ്ത്രീ എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ അന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞുവെന്ന് ഇവർ പറഞ്ഞാൽ തീർച്ചയായും അതിനെതിരെ നടപടിയെടുക്കും. അങ്ങനെ പറയാനുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, വെറുതെ പറഞ്ഞാൽ പോരാ. ഇപ്പോൾ എന്തെങ്കിലും പേരിൽ ഗ്രൂപ്പുകളുണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികളുണ്ട്, അവരൊക്കെ ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേര് പറഞ്ഞ് നമുക്ക് മുദ്രകുത്താൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ, നിങ്ങളുടെ ഏരിയ കമ്മിറ്റി അംഗം, നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇന്ന കാര്യത്തിൽ ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും തള്ളിപ്പറയും. ഞങ്ങളുടെ ഒരു നിലപാടതാണ്, രാഷ്ട്രീയമായ ഞങ്ങളുടെ ഒരു നിലപാടാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഞാൻ ഇന്ന ആളാണ്, ഒരു പ്രോ ലെഫ്റ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
പക്ഷെ അയാൾ പ്രോ ലെഫ്റ്റാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അയാളെ തള്ളിപ്പറയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഞങ്ങൾക്കുണ്ട്. സോയ ടീച്ചർ, എനിക്കതൊരു അവിടെ ചെറിയ വിയോജിപ്പ് രേഖപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. കാരണം ഈ സൈബർ ഇടങ്ങളിലുള്ള ആളുകൾ അത് അവർക്ക് സ്ഥിരമായ ഒരു സ്വഭാവമുണ്ട് ഈ പറയുന്ന ഓർഗനൈസ്ഡ് ഗ്രൂപ്പിന്. ഇപ്പോൾ CPIM-നെ സപ്പോർട്ട് ചെയ്യുന്ന സൈബർ ഗ്രൂപ്പുകളുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ വാങ്ങിക്കുകയും ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഇത് CPI മാത്രമല്ല കേട്ടോ, കോൺഗ്രസിൻ്റെ കാര്യത്തിലും ലീഗിൻ്റെ കാര്യത്തിലും ഒക്കെ എനിക്കിതേ അഭിപ്രായമാണ്. അത് ഇവിടെ ടീച്ചർ പറഞ്ഞതുകൊണ്ട് CPIM എന്ന് ഞാനിവിടെ പറയുന്നു. അവരുടെ എല്ലാ പിന്തുണയും നമ്മൾ സ്വീകരിക്കുകയും അതേസമയം അവർ അത്തരമൊരു ഗ്രൂപ്പിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹികളോ ഇല്ലായിരിക്കുമെങ്കിലും അത്തരം ഗ്രൂപ്പുകളിൽ വ്യാപകമായി എന്തെങ്കിലും ഒരു ആക്രമണം നടക്കുകയോ, ഇത് കമൻറ്റുകളിലാണ് ഇത് പലപ്പോഴും വരുന്നത്. അപ്പോൾ മാത്രം നമ്മളെ ഡിറ്റാച്ച് ചെയ്യുകയും വേണ്ട സമയത്ത് അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഈ നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ നമുക്ക് എളുപ്പം എന്താ? നമ്മുടെ കുടുംബമാണ് ആദ്യം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക, നിയന്ത്രിക്കാൻ പറ്റുക. അതിനുശേഷം നമ്മുടെ കൺട്രോളിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമോ സാമൂഹ്യ പ്രസ്ഥാനമോ അതേ കഴിയുള്ളൂ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമുക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ സെറ്റപ്പിനകത്ത് മാത്രമാണ് അത് കഴിയുള്ളൂ. അങ്ങനെ ഒരു ആക്ഷൻ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും. അല്ല, ഈ പറയുന്ന കാര്യങ്ങളോട് പിന്നെ രാഷ്ട്രീയമായി ഇപ്പം ഞാൻ ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറിയോ ഏതെങ്കിലും ഏരിയ സെക്രട്ടറിയോ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ പൊതുബോധ്യങ്ങളിൽ എത്രയോ മുതിർന്ന പിന്നെ നേതാക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനകൾ ഏറ്റുപിടിച്ച് പിന്നെ CPM-ൻ്റെ സൈബർ പ്രൊഫൈലുകളിൽ നിന്ന് നിരന്തരം ഇപ്പോൾ രമ്യ ഹരിദാസിനൊക്കെ എതിരെയുള്ള പിന്നെ ആക്ഷേപങ്ങൾ, ഇതൊക്കെ പൊതുമധ്യത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അവരുടെ ഒരു പേജിൻ്റെ അടിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CPM-ൻ്റെ പിന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം വെച്ചിട്ട് അവരെ പറ്റി പറയുന്നത്, ഞാൻ പിന്നെ പാട്ട് പാടുന്നത് നിരന്തരം. ഇപ്പോൾ CPM-കാർ പാട്ട് പാടുമ്പോൾ അത് പാട്ടും കോൺഗ്രസ്സുകാർ പാട്ട് പാടുമ്പോൾ അതെന്തോ വലിയ അപകടം പിടിച്ച കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ, അല്ല ഞാൻ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ടീച്ചർ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞാണ്. എനിക്കത് അത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു തരത്തിലും അതിനെ പിന്നെ നിഷേധിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല. വളരെ കൃത്യമായ അതിന്റെ പ്രശ്നം ഞാൻ അനുഭവസ്ഥയാണ്. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിൽ പറയാനുണ്ട്. ടീച്ചർ അനുഭവസ്ഥയാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ അനുഭവം മറ്റു മനുഷ്യർക്കും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് നിഷേധിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് വീണ്ടും കോൺഗ്രസിനെ പിന്നെ ഈ സൈബർ അറ്റാക്കുകളുടെ മുഴുവൻ മൊത്തക്കച്ചവടക്കാരൊക്കെ കോൺഗ്രസ്സുകാരാണെന്നൊക്കെ കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രയാസമാണ്. ഇതൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന CPM-കാരെ ഞങ്ങൾ കാണുന്നില്ല. ഞാൻ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഉണ്ടാവണം, തീർച്ചയായിട്ടും അത് ഉണ്ടാവണം. ഞാൻ പറയുന്നത് അത് രാഷ്ട്രീയമായി ഇല്ല, ഒരിക്കലുമല്ല. കാരണം ഇതിൽ ഞാനും ടീച്ചറും തഹലിയയും അനുപമയും ഒരേ സ്റ്റാൻഡിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ പറയേണ്ടത് ഒരേ കാര്യമാണ്. നമ്മൾ തീർച്ചയായും പറയേണ്ടത് ഒരേ കാര്യമാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുറെ മനുഷ്യരുടെ കൂട്ടമാണ്. വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. നഹീലിയ, ഇപ്പോൾ നമ്മളൊരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുണ്ടാവുമല്ലോ. ഞാൻ ഇതിൽ നിന്ന് ഈ വിഷയത്തിൽ നിന്ന് മാറുകയല്ല, പക്ഷേ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കം എന്നതിനപ്പുറത്തേക്ക് ഇത് പോകേണ്ടതുണ്ട് ഈ ചർച്ച എന്നുള്ളതുകൊണ്ട്. നിങ്ങൾ ഒരു സ്ത്രീയായി, ഒരു യങ് ആയിട്ടുള്ള വനിതയായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ചില എക്സ്പെക്റ്റേഷൻ ഉണ്ടായി കാണും. വേഴ്സസ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ഒരു പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇടത്തിലേക്ക് നിങ്ങൾ അങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ അതിലെ ചില റിയാലിറ്റി നമ്മളെ ഹിറ്റ് ചെയ്യുകയും ചെയ്യും. എങ്ങനെയായിരുന്നു താങ്കളുടെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നാണ് താങ്കൾ കരുതുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ഇങ്ങനെയുള്ളൊരു കാലത്ത്? ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പം ഞാനത്ര ഒരു ഭംഗിയുള്ള എല്ലാം എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പുറത്തെന്താണോ അതിൻ്റെ ഒരു പരിപ്രേക്ഷ്യമാണ് സോഷ്യൽ മീഡിയയിലും ഉള്ളത് എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഒന്ന് വെറുതെ അനുഭവം നമ്മുടെ നിയമസഭയ്ക്കകത്ത് ഉള്ള ആളുകൾ നടത്തുന്ന പ്രസ്താവനകളുണ്ട്. MM മണിയെ പോലെ മുതിർന്ന ആളുകൾ നിരന്തരമായിട്ട് നടത്തിയ പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലില്ലേ?
അപ്പോൾ ഇത് ഒരാൾ, ഞാനൊരു പേര് പറഞ്ഞത് ഒരു ഉദാഹരിക്കാൻ വേണ്ടിയിട്ട്, പല സമയത്തും ചാനൽ ചർച്ചയ്ക്കൊക്കെ ഈ വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിച്ചൊരു വ്യക്തി എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത് കോട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇത് ഒരാളിലോ രണ്ടാളിലോ പിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് പിന്നെ മുതിർന്ന നേതാവ് അല്ലെങ്കിൽ താഴെയുള്ള പ്രവർത്തകർ എന്നുമില്ല. ഒരു സമൂലമായിട്ടുള്ള ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഇതിന് വേണ്ടത് ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു രീതിയിലേക്കോ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സമൂലമായിട്ടുള്ള മാറ്റം വേണം. അതിനാദ്യം നമ്മൾ ഇരിക്കുന്ന സ്ഥലമല്ലേ നമുക്ക് ആദ്യം ശരിയാക്കാൻ പറ്റുക. അപ്പോൾ അത് ഷൈൻ ടീച്ചറാണെങ്കിലും സോയാണെങ്കിലും ഞാനാണെങ്കിലും എൻ്റെ അകത്തിരിക്കുന്നത് എല്ലാവരും പിന്നെ വളരെ മനോഹരമായിട്ട് പെരുമാറാൻ അറിയുന്നവരാണ്. എന്നോട് മാത്രം അങ്ങനെ പെരുമാറുകയും ബാക്കിയുള്ള ആളുകളെ കാണുമ്പം ഈ പറയുന്ന വെട്ടുകിളി കൂട്ടങ്ങളുടെ സ്വഭാവം എടുക്കുകയും ചെയ്യുന്ന മനുഷ്യർ അവർ വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള റിയാലിറ്റി നമ്മൾ തിരിച്ചറിയണം. എന്നോട് നോക്കിയിട്ട് വളരെ മനോഹരമായിട്ട് സംസാരിക്കും, എന്നാൽ നേരെ അപ്പുറത്ത് പോയിട്ട് മറു പാർട്ടിയിലുള്ള ആളുകളോട് വളരെ അറ്റാക്കിംഗ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. അത് നമ്മൾ തിരിച്ചറിയാം. എനിക്ക് തോന്നുന്നു ഇപ്പം പാർട്ടി പ്രവർത്തനം നടത്തുന്ന എല്ലാ സ്ത്രീകൾക്കും ആ ബോധ്യം ഉണ്ടാവും. ഈസി അല്ല ഇത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ തളർത്താൻ വേണ്ടി ഏറ്റവും ഉപയോഗിക്കുന്ന വിഷയം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥകൾ, ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കഥകൾ നമ്മൾക്ക് നേരെ വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒപ്പമുള്ള ആളുകൾ നമുക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ മറുവശത്ത് മറ്റൊരു കൂട്ടം റെഡിയായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിന് നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. അത് സോഷ്യൽ മീഡിയക്ക് അകത്ത് മാത്രമല്ല കേട്ടോ, പുറത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പുറത്തുള്ളത് നിയന്ത്രിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന്, നമ്മുടെ പാർട്ടി ഓഫീസിൽ നിന്ന്, നമ്മുടെ സ്കൂളുകളിൽ നിന്ന്, ഓർഗനൈസേഷനിൽ, ഇവിടെയൊക്കെ അവെയർനെസ് നടത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സോഷ്യൽ മീഡിയ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ ഈസ് എ ടൂൾ. നിങ്ങൾക്ക് അതിൽ സുക്കംബർഗ് ഒരു ID നിങ്ങൾക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തരുമ്പം എന്തുകൊണ്ട് എല്ലാത്തിനും ഇപ്പോൾ നമ്മൾ ആധാർ ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ ID ചോദിക്കുന്നുണ്ടല്ലോ, ഒരു ID കൊടുക്കട്ടെ. തുടക്കകാലത്ത് ഫേസ്ബുക്കിന്റെ തുടക്കകാലത്ത് ഇത്തരത്തിൽ ID ഉപയോഗിച്ചിട്ടാണ് ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയുടെ, അന്നത്തെ അദ്ദേഹം പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയുടെ ID ഉപയോഗിച്ച് മാത്രമാണ് ഫേസ്ബുക്ക് തുറക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അനുപമ, എനിക്കൊരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ, കഴിഞ്ഞ UDFന്റെ മാനിഫെസ്റ്റോയിൽ ശ്രീ ശശി തരൂരായിരുന്നു അതിൽ ഞങ്ങളൊരു സജഷൻ കൊടുത്തിരുന്നു. വ്യാപകമായിട്ട് ഇതെല്ലാവർക്കും, അത് ഒരു പാർട്ടിയിൽ നിന്നില്ല, എല്ലാവരും നേരിടുന്ന വിഷയമാണല്ലോ. എന്തുകൊണ്ട് നമുക്ക് ഈ ഹെയ്റ്റ്രഡ് ഒരു വലിയ വിഷയമാണ്. ഇതേപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ മിസ്ഇൻഫർമേഷൻ, ഇപ്പം ആളുകൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ശരിയാണ് എന്നുള്ളതിന് എന്താ അധികാരമുള്ളത്, എന്താ അതോറിറ്റി ബേസിസിൽ? അപ്പം ഇതിനൊക്കെ നിയന്ത്രിക്കാൻ ബേസിക് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ ഈസ് ഈസിലി റെഗുലേറ്റഡ്. നമുക്കത് റെഗുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, പുറത്തുള്ള പോലെയല്ല, സംസാരങ്ങൾ പോലെയല്ല. അപ്പോൾ അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് ഗവൺമെൻറ് തന്നെയാണ് എന്നാണ് എൻ്റെ അനുഭവവും എൻ്റെ അറിവും. പക്ഷേ സോയ ടീച്ചർ, ഇവിടെ ഈ റെഗുലേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു തിൻ ലൈനാണ്. എവിടെ സർക്കാരിന് ഇടപെടാം, അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഇടപെടൽ എപ്പോഴാണ് നിയന്ത്രണമായി, അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഉതകാത്ത, ചേരാത്ത രീതിയിലുള്ള നിയന്ത്രണമായി ചിത്രീകരിക്കപ്പെടുക എന്നുള്ളൊരു നേർത്ത വരയാണത്. അപ്പോൾ നമ്മൾ ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ അത് പിന്നീട് ഭരണകൂടം നമുക്കെതിരായി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയും ഇവിടെ ഉണ്ടാകില്ലേ? തീർച്ചയായും വലിയ അപകടത്തിലേക്ക് പോകുന്ന, കാരണം സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിലിരിക്കുന്ന ഏത് സംവിധാനമാണെങ്കിലും പലപ്പോഴും അത് മറ്റുള്ളവരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അപകടത്തിൽപ്പെടുത്താൻ അത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറാൻ വലിയ സാധ്യതകളുള്ള ഒരിടം കൂടിയായിട്ട് അത് മാറ്റപ്പെടും. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം അതിൽ റെഗുലേഷൻസ് നടക്കും, അല്ലെങ്കിൽ ഇത് സ്വയം, കാരണം ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു വാളിൽ ഈ പറയുന്നത് പോലെ അതെൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആണെന്നും അതിൽ സ്ത്രീവിരുദ്ധതയോ മനുഷ്യവിരുദ്ധതയോ ഉണ്ടാകില്ല എന്ന് നിരന്തരം ഉറപ്പുവരുത്താനുള്ള ഒന്നിലേക്ക് നമ്മൾ കടന്നു വരിക എന്നുള്ളത്. പക്ഷെ ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. നമുക്കിവിടെ ഇരുന്ന് പിന്നെ ഫെസ്റ്റിവലിൻ്റെ ഒരു മൂഡിലിരുന്നൊക്കെ സംസാരിക്കാം എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇത് ഏറ്റവും വലിയവസമായി പോകുന്ന ഒരിടമായി തന്നെ തുടരുകയാണ്. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഇതിൽ പിടിച്ചു നിൽക്കാൻ കരുത്തുള്ള മനുഷ്യരായി എല്ലാവരും മാറേണ്ടതാണ്. അത് സ്ത്രീയും പുരുഷനും ആരുമാകട്ടെ. അപ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള, ഇതിൽ കുറേ കൂടെ പിന്നെ പ്രാപ്തിയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന മനുഷ്യരായി നമ്മൾ സ്വയം പരുവപ്പെടുക. അതാണ് ഇതിൽ ഏറ്റവും നല്ല മാർഗം എന്നുള്ളതാണ്. ഷൈൻ ടീച്ചർ, ഉത്തരം പറയാൻ നിങ്ങളോട് തന്നെയാണ് ഒരു ചോദ്യം. ഇപ്പോൾ ഇവിടെ 3 പേരും പറയുന്ന അടിസ്ഥാന കാര്യം ഒന്നാണ്. നമുക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, സ്ത്രീകളാണ് ഇതിൻ്റെ എപ്പോഴും വേസ്റ്റ് ആയിട്ടുള്ള ഇരകൾ എന്നുള്ളതാണ്. അപ്പോൾ
ആ ഒരു കാര്യത്തിലെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്കിടയിലെ സ്ത്രീകൾക്കിടയിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കിയാൽ അറ്റാക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഉട്ടോപ്യൻ ചിന്തയാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് എനിക്ക് തന്നെ അറിയാം ഞാൻ പറയുമ്പോൾ. പക്ഷേ അറ്റാക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ പുരുഷന്മാരോ ഇത്തരം കൂട്ടങ്ങളോ ആർക്കെതിരെ നടത്തിയാലും ഞങ്ങൾ സ്ത്രീകൾ ആ കാര്യത്തിൽ ഒരു നിലപാടാണ് കൈക്കൊള്ളുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്തിയാൽ തീർച്ചയായിട്ടും ഈ നീതി അല്ലെങ്കിൽ സമത്വാവകാശം എന്നൊക്കെ പറയുന്നത്, സോഷ്യൽ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് എല്ലാ മനുഷ്യർക്കും ആവശ്യപ്പെട്ടതാണ്. അതിൽ രാഷ്ട്രീയ ഭിന്നതകളോ ജാതിമത വ്യത്യസ്ത പ്രാദേശിക ഭാഷാ പരിഗണനകളോ ഒന്നുമില്ല. ഇത് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് എല്ലാ മനുഷ്യർക്കും ജെൻഡർ വ്യത്യാസമില്ലാതെ അനുഭവിക്കാൻ അവകാശമുള്ള ഒന്നാണ്. അതിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തക എന്നുള്ള നിലയ്ക്കും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും ഞാൻ ഒരിക്കലും കൈകെട്ടി നോക്കി നിൽക്കില്ല. അതിനെതിരെ പ്രതികരിക്കുകയും അത് ശരിയല്ല എന്ന് തുറന്നു പറയുകയും ചെയ്യും. അതെൻ്റെ ഒരു നിലപാടാണ്. അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൊരു നിലപാടാണ്. അപ്പം ഞാനത് സൂചിപ്പിച്ചെന്താണെന്നറിയോ, ഞാനിവിടെ ഈ മാതൃഭൂമിയുടെ ഈ സെഷന് വന്നത് ഒരു ഫെസ്റ്റിവലിൽ സംസാരിക്കാം എന്നുള്ളൊരു മൂഡിലല്ല. ഇത് നമ്മുടെ സമൂഹം നേരിടുന്ന, സ്ത്രീകൾ നേരിടുന്ന, ദുർബല വിഭാഗങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തെ സമൂഹ മധ്യത്തിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരികയും ആ പ്രശ്നത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന് വ്യക്തിപരമായി എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്ന് ചിന്തിക്കുകയും, ഒപ്പം ഓരോ വ്യക്തികളും ഒറ്റയ്ക്കല്ല, അവർ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഇനി സാമൂഹ്യ പ്രവർത്തകരാണെങ്കിൽ അവർ ഒരു സംഘടനയുടെ ഭാഗമാണ്. രാഷ്ട്രീയ പ്രവർത്തകയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗമാണ്. അപ്പോൾ ആ വ്യക്തി എന്നുള്ള നിലയ്ക്കും അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്കും അവിടെ രണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട് നമുക്ക്. ഈ രണ്ട് ഉത്തരവാദിത്വവും നിറവേറ്റാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ, മുഖമില്ലാത്തവരല്ല, അവരെ പിന്നീട് നമുക്ക് ആരാണെന്ന് കണ്ടെത്താം. അങ്ങനെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പ്രശ്നം നേരിട്ടപ്പോൾ പല ലിങ്കുകളിൽ നിന്നും എനിക്കെതിരെ വലിയ അധിക്ഷേപങ്ങൾ വന്നു. ഞാൻ ആ ലിങ്കുകളൊക്കെ നേരെ സൈബർ സെല്ലിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെയും പൊക്കി. അപ്പോൾ ഇതൊന്നും, ഈ കുറ്റവാളികളെ ഒന്നും നമുക്ക് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്താഗതിയൊന്നും ഈ ചർച്ചയിൽ ഉയർന്നു വരാൻ പാടുള്ളതേ അല്ല. ഇവരെയൊക്കെ പിടിക്കാൻ നമുക്ക് സാധിക്കും. അതിനൊരു സാവകാശം വേണ്ടി വരും. കാരണം അതിൻ്റെ ഈ സോഷ്യൽ മീഡിയയുടെ അതിൻ്റെ എന്താ പറയുക, മെറ്റ അതിൻ്റെ അമേരിക്ക കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോ കേന്ദ്രീകരിച്ചോ ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് അന്വേഷണം നടത്തി ഈ മുഖമില്ലാത്തവരെ കണ്ടെത്താൻ കുറച്ച് സമയം വൈകുമായിരിക്കും, പക്ഷേ കണ്ടെത്തും. ഒരുങ്ങി പുറപ്പെട്ടാൽ, നമ്മുടെ നിയമത്തെ ഉപയോഗിക്കാൻ നമ്മൾ മാനസികമായി തയ്യാറായാൽ അതിന് കഴിയും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, വ്യക്തി എന്നുള്ള നിലയ്ക്കും സംഘടനകൾ എന്നുള്ള നിലയ്ക്കും അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. മുഖമുള്ളവർ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, അവർ ഇങ്ങനത്തെ മോശപ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ ഏർപ്പെട്ടാൽ അവരെ നിലയ്ക്ക് നിർത്താനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചോദിക്കാൻ വന്ന ചോദ്യം അതാണ്. അപ്പോഴേ മുഴുമിക്കാൻ സാധിച്ചില്ല. അതായത് ഈ ഒരു ഇന്റേണൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ, അത് ഏത് പ്രസ്ഥാനമാവട്ടെ, ഏതെങ്കിലും സ്ത്രീക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് തുടങ്ങുകയാണെങ്കിൽ അത് അവിടെ തന്നെ അവസാനിപ്പിക്കാനുള്ള ആ ഒരു ഇന്റേണൽ അക്കൗണ്ടബിലിറ്റിക്ക് എത്രത്തോളം നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ? അല്ല, അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിൻ്റെ ഈ പ്രായോഗികതയിലേക്കൊക്കെ എത്തുമ്പോഴുള്ള വലിയ പ്രശ്നങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും ലാഗ് ചെയ്യപ്പെട്ടു പോകുന്നത് സൈബർ കേസുകളാണെന്ന് തോന്നുന്നു. വലിയ രീതിയിലുള്ള ലാഗ് സൈബർ കേസുകളുണ്ട്. ഒരുപക്ഷെ ഷൈൻ ടീച്ചർക്ക് കിട്ടിയതുപോലെയുള്ള പ്രിവിലേജുകൾ ഒരുപക്ഷെ ഒരു സാധാരണയായിട്ടുള്ള ഒരാളോട് വലിയ രീതിയിൽ അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത് ഞാൻ എവിടെയോ വായിക്കുക കൂടിയുണ്ടായി, എനിക്കത് ഓർമ്മയില്ല എന്നുള്ളതാണ്. കാരണം സൈബർ കേസുകൾ വലിയ ലാഗ് നിൽക്കുന്നു അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്നതിൽ. അതൊക്കെ പിന്നെ ടീച്ചർക്ക് എന്തുകൊണ്ടാണ് ആ പ്രിവിലേജ് കിട്ടിയത് എന്നുള്ളത് എനിക്കും ടീച്ചർക്കും ഒക്കെ അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ആ പ്രിവിലേജുകൾ കിട്ടേണ്ടതുണ്ട്. നിയമപരമായിട്ടുള്ള സംരക്ഷണത്തിലേക്ക് തീർച്ചയായിട്ടും പോകേണ്ടതുണ്ട്. അതിൽ ഇൻറ്റേർണലായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. അതിൽ ഞാൻ പറഞ്ഞത് എക്സ് ഓർ വൈ, ഇതിന് യാതൊരു വിധത്തിലുള്ള പിന്നെ കൊടിയുടെ നിറം അതിലില്ല. ഇത് കുറേ പിന്നെ ആളുകളിരുന്ന് അവർക്ക് ചെയ്യാൻ കഴിയുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഏത് തരം ദാരിദ്ര്യങ്ങളും, മനുഷ്യരുടെ ഏത് തരം ദാരിദ്ര്യങ്ങളും ചെലവഴിക്കാനുള്ള ഒരിടമായി, പ്രത്യേകിച്ച് AI-യുടെ ഒക്കെ കാലത്ത് നമുക്ക് ഇനി അതും കൂടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ സൈബർ സ്പേസിലെ സ്ത്രീ എന്നുള്ളതിനപ്പുറത്തേക്ക് AI ഒക്കെ ഉണ്ടാക്കുന്ന
പിന്നെ നമുക്ക് ഒറിജിനൽ എന്ന് തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്ന തരത്തിലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വന്നു. ഇതിനൊക്കെ എങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിന് സഖാവ് ഇ.പി. ജയരാജനും ഭാര്യയും പങ്കെടുത്തൊരു ഫോട്ടോയിൽ ഇ.പി. ജയരാജൻ്റെ ഭാര്യയുടെ തല മാറ്റിയിട്ട് അവിടെ സ്വർണ്ണക്കേസിലെ പ്രതിയായിരുന്ന സ്വപ്ന സുരേഷിൻ്റെ പടം വെച്ച് പുറത്ത് സൈബർ ലോകത്ത് എത്രയോ കറങ്ങി. അവസാനമാണ് ആരൊക്കെയാണിത് കറക്കുന്നത്? അപ്പം അതിൽ KPCC ജനറൽ സെക്രട്ടറി, ഞാൻ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അവസാനം ഷെയർ ചെയ്തോളൂ. അല്ല, പറയാനുണ്ടെങ്കിൽ ടീച്ചർക്ക് പറയാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ല, ഞാൻ പറഞ്ഞത് ഇത് അതേ നാണയത്തിൽ തിരിച്ചു പറയാൻ വളരെ കൃത്യമായി ഏറ്റെടുക്കാൻ തയ്യാറാവണം. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല ഷൈൻ ടീച്ചർ, അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇത് അങ്ങനെ ഉദാഹരണം എടുത്ത് പറയുമ്പോൾ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ പറയണം. അതങ്ങനെ ഏകപക്ഷീയമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു AI അല്ല. ഇപ്പൊ ഞങ്ങള് പിന്നെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റും പിന്നെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ പിന്നെ ജെബി മേത്തറും നടന്നു പോകുന്ന ഡൽഹിയിലേക്ക് പാർലമെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി നടന്നു പോകുന്ന ഒരു ഒറിജിനൽ ചിത്രം, അതിനെ പറ്റിയിട്ട അധിക്ഷേപങ്ങൾ വളരെ ഞാൻ എത്രയോ കാലം CPM ഞാൻ പറഞ്ഞ ടീച്ചർക്ക് നിഷേധിക്കാൻ കഴിയോ? CPM കോൺഗ്രസ്സുകാരെ പിടിച്ചിട്ടില്ലല്ലോ. അത്തരത്തിൽ ഏകപക്ഷീയമായ ചർച്ച കൊണ്ടുപോകാൻ കഴിയില്ല. വ്യക്തിപരമായിട്ട് അധിക്ഷേപങ്ങൾ പറയുമ്പോൾ തിരിച്ചും വളരെ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. എന്തിനാണ് അത്തരത്തിൽ ഞാൻ അത്തരം സ്പേസുകൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. സോഷ്യൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ല, എപ്പോഴും ഈ KPCC-യിലേക്കും കോൺഗ്രസിലേക്കും കെട്ടുന്ന രീതികളുണ്ടല്ലോ, അതാണ് തിരുത്തണം. അങ്ങനെ ഞാൻ വിജയരാഘവനെ തിരുത്തണം, MM മണിയെ തിരുത്തണം, എല്ലാവരെയും തിരുത്തണം, തീർച്ചയായിട്ടും തിരുത്തണം. ഇത്ര എനിക്ക് അല്ല, അത്തരത്തിൽ എല്ലായിടങ്ങളിലും തിരുത്തപ്പെടണം. അല്ല, സൈബർ ആക്രമണം എന്നുള്ളത് ഞാൻ ഏകപക്ഷീയമായ ഒന്നിലേക്കും കെട്ടേണ്ടതില്ല എന്ന് നിരന്തരം ആവർത്തിച്ച് പറയുമ്പോൾ വീണ്ടും വീണ്ടും അതിലേക്ക് കെട്ടുന്നതിൽ എന്തുതരം ധാർമ്മികതയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. ഈ പൊതുബോധം ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ അറിയാം. കേരളത്തിൽ പിന്നെ ആളുകൾ ഇത്തരത്തിൽ ഇവിടെ ഷൈൻ ടീച്ചറോട് നിങ്ങൾ ഉന്നയിച്ച ഒരു കാര്യത്തിനുള്ള ഒരു മറുപടി ടീച്ചർ അതല്ല പറഞ്ഞത്, എങ്കിൽ പോലും എനിക്കത് പറയണം തോന്നി. ടീച്ചർക്ക് പ്രിവിലേജ് ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞു. പ്രിവിലേജ് ഉള്ളതിൻ്റെ ഒരു മറുവശമാണ് ടീച്ചർ അനുഭവിച്ചത്. അതായത് ആളുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അവർക്കെതിരെ അത്ര ശക്തമായ രീതിയിൽ ആക്രമണം ഉണ്ടായത്. എന്നാൽ ടീച്ചർ തന്നെ നേരത്തെ അംഗീകരിച്ച ഒരു കാര്യമാണ്, എനിക്ക് അറിയപ്പെടുന്ന ആളായതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ വീട്ടിൽ വന്നു എന്നുള്ളത്. അപ്പോൾ അതിന് പ്രിവിലേജ് ഉള്ളവർക്ക് പലതും ഇതുപോലുള്ള അറ്റാക്കുകൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. കൂടുതൽ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഈ നാട്ടിൽ ഉണ്ടാവുന്നുണ്ട്. നൈലയിലേക്ക് എനിക്ക് പോകാനുള്ള സമയമില്ല, കാരണം നമുക്ക് ഓഡിയൻസിന് 10 മിനിറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു അനുഭവം പറയാനുണ്ട്. ഷൈൻ ടീച്ചർ പറഞ്ഞല്ലോ ഇറങ്ങി പുറപ്പെട്ട ആ പരിഹാരം ഉണ്ട്. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. കേസുമായി സൈബർ സെല്ലിൽ പോയി നിരന്തരമായി പരാതിപ്പെട്ടിട്ട് അവസാനം എന്നോട് സൈബർ സെല്ലിലുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്യാണ് എന്നുള്ളത് നിങ്ങൾ ഒപ്പിട്ട് തരണം എന്നാണ്. ശരിയാണ്, മെറ്റയ്ക്ക് കത്ത് കൊടുക്കണം, മെറ്റൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ കിട്ടിയാലേ ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീഡിങ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഷൈൻ ടീച്ചർ അനുഭവിച്ചത് ഇപ്പോൾ ഈ ഭരണത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ പ്രിവിലേജ് മാത്രമാണ്. ആ പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ വളരെ ബഹുമാനപൂർവ്വം ഇറങ്ങി പുറപ്പെട്ടിട്ട് അനുഭവം ഉണ്ടായി. അല്ല, ഒരു പക്ഷേ ഷൈൻ ടീച്ചർ അത്ര പോലും ഞാൻ അറിയപ്പെടുന്ന അങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ കണക്കുകളാണ് കോഴിക്കോട് കസബ സ്റ്റേഷനിൽ ഇപ്പോഴും ടീച്ചറെ കസബ സ്റ്റേഷനിലെ ഫയൽ പരിശോധിച്ച് നോക്കിയാൽ അഡ്വക്കേറ്റ് ഫാത്തിമ തൈല നൽകിയ പരാതി നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്വേഷണം എവിടെ എത്തിയെന്ന് ടീച്ചർ എന്നെ പരിശോധിച്ച് നോക്കൂ. ഒരു പക്ഷേ ടീച്ചർക്കുള്ള ടൂൾ എനിക്ക് ഉണ്ടാവില്ല. നമുക്ക് ഓഡിയൻസിലേക്ക് പോകേണ്ടത്. ഷൈൻ ടീച്ചറോടാണ് എൻ്റെ ചോദ്യം. 2012 മുതൽ കേരളത്തിൽ ഒരു സ്ത്രീ നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട്. ആ സ്ത്രീയുടെ പേര് സഖാവ് KK രമ എന്നാണ്. ആസ്ഥാന വിധവ എന്ന് പോലും ചില സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ അവരെ വിളിച്ചു. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും അതിനെ അപലപിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. ചില പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് രമ്യ ഹരിദാസിൻ്റെ പാട്ടിനെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു. അത് മുഖംമൂടിയിട്ട വെട്ടുകിളി കൂട്ടമല്ല, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്. അത് ഉത്സവപ്പറമ്പിലാണ് പാട്ട് പാടേണ്ടത്, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലല്ല എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ എല്ലാവരെയും ചർച്ച ചെയ്തത് സ്ത്രീകളെ മാത്രമാണ് വെട്ടുകിളി കൂട്ടം ആക്രമിക്കുന്നതെന്നാണ്. അത് തെറ്റാണ്.
ഇപ്പോൾ പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ മാഷിനെ എന്തോരം വെട്ടുകിളി കൂട്ടങ്ങളാണ് ആക്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലും എടുത്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സെലക്റ്റീവ് മ്യൂട്ടിസം അല്ലെങ്കിൽ ബയസ്ഡ് മ്യൂട്ടിസം അല്ലേ ഈ വെട്ടുകിളി കൂട്ടങ്ങളെ വളർത്തുന്നത്? ഞാനത് സൂചിപ്പിച്ചല്ലോ. ഈ മുഖമില്ലാത്ത ആളുകൾ, ഇപ്പോൾ വെട്ടുക്കിളി കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖമില്ലാത്ത ഗ്രൂപ്പുകളുണ്ട്, നമുക്ക് ആരാണെന്ന് അറിയാത്തവരുണ്ട്. പക്ഷെ അവരെയൊക്കെ നിയന്ത്രിക്കാൻ നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ലിങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയാൽ കിട്ടും. ഇപ്പം നിങ്ങളിപ്പോൾ ഈ പറയുന്നത് പോലെ എൻ്റെ പ്രശ്നത്തിൽ എനിക്ക് പെട്ടെന്ന് നീതി കിട്ടി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ കഴിയില്ല. നിയമത്തിന് നിയമത്തിൻ്റേതായ ചില മാർഗങ്ങളുണ്ട്. അവർക്ക് അതിൻ്റെ തെളിവ് ലഭിക്കണം, അതിനുവേണ്ടി സമയം വേണം. അപ്പോൾ എല്ലാ കേസും ഇപ്പോഴും കൊടുത്തിട്ട് ഒന്നും ആയിട്ടില്ല. ചിലതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് മാത്രം. പക്ഷെ ഞാനിവിടെ സൂചിപ്പിച്ചത് എന്താണെന്നറിയോ, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അവർക്ക് ഇത് കളവാണ് എന്നും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ മോശമായി ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയാണ് എന്നും അല്ലെങ്കിൽ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് എന്നും അറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യുന്നു. അത് തിരുത്താൻ ആ പ്രസ്ഥാനങ്ങൾ തയ്യാറാവണം എന്നാണ് ഞാൻ എൻ്റെ സംസാരത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. ബാക്കി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ രംഗത്തെ ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് എടുത്ത് ഇവിടെ സംസാരിക്കാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് പറഞ്ഞ അതൊക്കെ നമുക്ക് കാട് കയറി പോവേണ്ടി വരും. അങ്ങനെ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, ഇവിടെ വെട്ടുക്കിളി കൂട്ടങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? പ്രത്യേകിച്ച് ഞങ്ങൾ 3 സ്ത്രീകളെയാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് സ്ത്രീകൾ അവരുടെ ലൈംഗികതയെ ഏറ്റവും എളുപ്പമാണല്ലോ. സ്ത്രീയുടെ വായടപ്പിക്കാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായി പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു തന്ത്രമാണ്, ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, ഒരു ട്രിക്കാണ്. ആ ട്രിക്കിനെ നമ്മൾ എങ്ങനെ നേരിടണം? ആ ട്രിക്ക് ഇങ്ങനെ കാലാകാലത്തോളം അനന്തമായി ഇത് ഉപയോഗിച്ച് കൊണ്ടുപോകാം എന്ന് ഏതെങ്കിലും ചെറിയൊരു ഗ്രൂപ്പ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൂഢസ്വർഗത്തിൽ ജീവിക്കുകയാണ്. അതിനൊക്കെ ഓവർകം ചെയ്ത് ഇവിടുത്തെ യൂത്തും സ്ത്രീകളും ഒക്കെ മുന്നോട്ട് പോകും. പക്ഷേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള സംഘടനകളും സംവിധാനങ്ങളും അതിനെ നിയന്ത്രിക്കാൻ, ഉത്തരവാദിത്തപ്പെട്ടവരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അടുത്ത ചോദ്യം. ഇതിനകത്ത് പങ്കെടുക്കുന്ന 3 സ്ത്രീകളും 3 അല്ല 4 ആളുകളും നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സൈബർ ഇടത്തിൽ ഇടപെടുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും ആ വേദനകളോടൊക്കെ ഐക്യപ്പെട്ടുകൊണ്ട് തന്നെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഫാത്തിമ തഹലിയ പറഞ്ഞു നിർത്തിയ കാര്യത്തോടാണ്. നമ്മൾ ഈ ധാർമ്മികതയെക്കുറിച്ച് കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ട് ലോകം നന്നാവാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സങ്കല്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സങ്കല്പം മാത്രമാണ്. ഇത് തുടങ്ങേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കേസിനെതിരെ പരാതി കൊടുത്താൽ, ഒരു മുഖം വെളിപ്പെട്ടാലാണ് ആളുകൾക്കൊരു ഭയം ഉണ്ടായി തുടങ്ങുന്നത്. ഈ ഭയം ഇല്ല എന്നുള്ളതാണ് നമ്മൾ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. കേവലം ഒരു അതിജീവിതയായ സ്ത്രീ എന്നതിനപ്പുറത്തേക്ക് ഇതിൽ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഇടപെടാൻ സാധിച്ചിട്ടില്ല. ഈ നമ്മൾ കൊടുക്കുന്ന സൈബർ സെല്ലിൽ കൊടുക്കുന്ന കേസുകൾ വേസ്റ്റാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ട്. അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു ക്യാമ്പയിനോ അല്ലെങ്കിൽ 2ഓ 3ഓ നടപടികളെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവൂ എന്ന് ഉറപ്പാണ്. അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് ഏത് തരത്തിലാണ് ഇടപെടാൻ പറ്റുക? അതിങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ അതിലൊരു ഫെയിലിയർ ആയി പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്നോടല്ലേ സഹോദരി? ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള റിസൾട്ടുകളാണ് കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്നത്. അതിലിപ്പോൾ ഏറ്റവും ഉദാഹരണം, ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഇനിയും ആ കേസിൽ ആളെ കിട്ടാനുണ്ട് കേട്ടോ, എന്നാലും കുറേയൊക്കെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമാ നടി ആക്രമിച്ച കേസ്, അതിനുശേഷം അവരെ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്ത സംഭവങ്ങൾ, അതിലൊക്കെ കൃത്യമായ നിലപാടുകൾ ഗവൺമെൻറ് എടുക്കുന്നു. അതിന് വിക്റ്റിമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് എന്താ പറയുക കാരണക്കാരായിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു രീതിയൊക്കെ നമ്മളുണ്ടായത്. ഇപ്പം അവസാനം നിയമസഭയുടെ ടീച്ചർ ഈ ചോദ്യം സൈബർ കേസുകളെ കുറിച്ചാണ്. അതല്ലാതെ ഇപ്പോൾ ഒരു നടി നേരിട്ട ആക്രമണവും അതിൽ കോടതികളോ സർക്കാരോ കൈക്കൊണ്ട ഞാൻ സൂചിപ്പിച്ചെന്താണെന്നറിയോ, നടി ആക്രമിച്ച കേസ് പലതരത്തിലുള്ള കേസാണ്. പക്ഷെ അവരെ സോഷ്യൽ മീഡിയയിൽ എത്രയോ അറ്റാക്ക് അവർ ഇപ്പോഴും നേരിടുന്നു. പലരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ടീച്ചർ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ ഞാനോ ടീച്ചറോ നമ്മൾ കുറച്ച് പേർക്ക് അറിയാം
നമ്മളും പോലെ ഇത്ര അറിയപ്പെടാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ സൈബർ സെല്ലിൽ പോയാൽ അവർക്ക് നീതി വേണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. അതിനെന്ത് സർക്കാർ ചെയ്തു? എന്താണ് സർക്കാരിന്റെ നിലപാട് ആ വിഷയത്തിൽ? സർക്കാർ തീർച്ചയായും സർക്കാർ കൃത്യമായി ഈ അതിജീവിതമാർക്കുടെ കൂടെ ഉണ്ടാകും. നിയമപരിരക്ഷ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഒരു സംഭവം ഉണ്ടായല്ലോ. ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഒരു പുരുഷൻ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായല്ലോ. അതിൽ ഗവൺമെൻറ് കൃത്യമായ നടപടിയെടുത്തില്ലേ? അവരിപ്പോൾ ജയിലിലല്ലേ? അതിന് മുൻപ് 2 സ്ത്രീകളെ ഇപ്പോൾ പറയുമ്പോൾ അത് പറയാനും വയ്യ എന്ന ഒരു നിയമസഭാ സാമാജികനുമായി ബന്ധപ്പെട്ട കേസിൽ ആ സ്ത്രീകളെ സൈബർ അറ്റാക്കിന് വിധേയമായപ്പോൾ അതിനെതിരെയൊക്കെ നടപടി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായില്ലേ? ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ടീച്ചറിയോ പാവപ്പെട്ടവർക്ക് അല്ല ദുർബലരാണ്. 3 പേർക്കും വളരെ നന്ദി. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.